കുറെ പണമുണ്ടായി എന്നതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷമുണ്ടാവണം എന്നില്ല. ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഒരു സംഗതിയല്ല ഈ സന്തോഷവും മനസ്സമാധാനവും. വലിയ വലിയ കോടീശ്വരന്മാർ, വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾ പലരും കുടുംബപരമായി അവര് വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. സന്തോഷത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കുടുംബം സന്തുഷ്ട കുടുംബമാവുക എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവണം. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങൾക്കാവണം, കുടുംബ ബന്ധത്തിനാവണം. പല ആളുകളും സാമൂഹ്യപരമായി വലിയ വലിയ ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് പൊതുപ്രവർത്തകരായി നടക്കുന്നവർ തന്നെ കുടുംബത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകുന്നവരുണ്ട്. അത് ശരിയല്ല. വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പലരും സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും അശ്രദ്ധരാണ്. അത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു വീട്ടിലെ കുടുംബങ്ങൾ അവരേറ്റവും നല്ല സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമായി കഴിയണം. എന്ത് ടെൻഷനും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അങ്ങനെ അവനാന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ മസ്കൻ എന്നല്ലേ അറബിയിൽ വീടിന് പറയാറുള്ളത്? എന്താ മസ്കൻ? മസ്കൻ എന്നാൽ സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ്, ആശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ്. സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും കേന്ദ്രമായി നമ്മുടെ വീട് മാറണം. അതിന് ആവശ്യമായ മാറ്റങ്ങൾ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിന് ആവശ്യമായ പരസ്പരം മനസ്സ് തുറന്നുള്ള സംസാരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവണം. പറയാനും കേൾക്കാനും നമ്മൾ തയ്യാറാവണം. അതിനൊക്കെ സമയം കണ്ടെത്തിയേ പറ്റൂ. സമയം കണ്ടെത്തണം. വല്ലപ്പോഴുമൊക്കെ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും കുടുംബങ്ങൾ ഒന്നിച്ച് നല്ല നിലയിലുള്ള സന്തോഷത്തിന്റെ യാത്രകൾ നടത്തണം. അതും ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവേ, അതൊക്കെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നല്ല കൺകുളിർമയുള്ള കുടുംബമായി, സന്തോഷവും അഭിമാനവുമായി മാറുന്ന കുടുംബമായി നമ്മളുടെ കുടുംബം മാറാൻ വേണ്ടി ദുആ ചെയ്യണേ എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശ്വാസികളുടെ അടയാളങ്ങൾ പറയവേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അവരവരുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നതാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും ഭർത്താവ് വീട്ടിലേക്ക് വഴുകിയാണ് വരാറെന്ന് പരാതി പറയുന്ന ഭാര്യമാരില്ലേ? പലപ്പോഴും മക്കൾ വീട്ടിലേക്ക് വല്ലാതെ വഴുകിയാണ് വരുന്നതെന്ന് ദുആ ചെയ്യണേന്ന് പറയുന്ന ഉമ്മമാരില്ലേ? എന്താ വീട്ടിലേക്ക് നേരത്തെ വരാൻ അവർക്ക് തോന്നാത്തത്? ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിക്കണം. വീട്ടിൽ നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും കിട്ടാത്തത് കൊണ്ടാണോ ഭർത്താവ് വീട്ടിലേക്ക് ഒഴുകി വരുന്നതെന്ന് ചിന്തിക്കണം. അല്ലാഹുവേ, നല്ല സന്തോഷമുള്ള ആനന്ദമുള്ള കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ അല്ലാ. സാധാരണ വീട്ടിൽ കഴിയുന്ന ഒരു ആളെ സംബന്ധിച്ച് ഭർത്താവ് ഒരു യാത്ര പോയാൽ വീട്ടിലേക്ക് എത്താത്തത് കൊണ്ടൊരു അസ്വസ്ഥത ശരിക്കും അനുഭവപ്പെടണം. അങ്ങനെ ഉണ്ടാവണം. കഴിയുന്നതും നേരത്തെ വീട്ടിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ടാവണം. അതിനനുസരിച്ചായിരിക്കണം വീട്ടിലെ സാഹചര്യങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായും സന്തോഷകരമായ ഒരു കുടുംബജീവിതം അങ്ങനല്ല പറയണത്. അത് നടക്കൂല. 24 മണിക്കൂറും ഈ കുടുംബ ബന്ധം കൊണ്ട് ഈ കുടുംബത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളോ ദുഃഖങ്ങളോ അതൊന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകേ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല.
സ്വാഭാവികമായും കുടുംബജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷമുണ്ടാവും, ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാകും, ചിലപ്പോൾ ഇണക്കങ്ങളുണ്ടാകും, ചിലപ്പോൾ പിണക്കങ്ങളുണ്ടാകും. പക്ഷെ അതൊക്കെയും ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി വീട് മാറണം. ഭാര്യയും ഭർത്താവുമായിട്ട് ലൈഫിൽ ഒരു പിണക്കുണ്ടായിട്ടില്ലെങ്കിൽ അവർക്കിടയിൽ വേണ്ടത്ര ഇണക്കല്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ചില പിണക്കങ്ങളും ചില ഇണക്കങ്ങളും അതൊക്കെ സ്നേഹം കൂടാൻ പോലും കാരണമാകുമല്ലോ. ജീവിതമെന്നത് ചിലപ്പോൾ മധുരമാകും, ചിലപ്പോൾ കയ്പാകും. ജീവിതം എപ്പോഴും മധുരമായി മാറണം, മധുരമുള്ള ജീവിതം തന്നെയാവണം എൻ്റെ എല്ലാ നിമിഷത്തിലും എന്ന് ചിന്തിക്കുന്നത് വിവരക്കേടാണ്. അത് നടക്കൂല. അത് നടക്കുന്നൊരു സ്ഥലമുണ്ട്, സ്വർഗം. അള്ളാഹു നമ്മൾ അവിടെ വേഗം എത്തിച്ചേരട്ടെ. അള്ളാഹു നമ്മുടെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അതിനാവശ്യമായത് പറയാനും അതിനാവശ്യമായത് ചെയ്യാനും അതിനാവശ്യമായത് ചിന്തിക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഈ ദുനിയാവിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ നിമിഷത്തിലും എൻ്റെ ജീവിതം സന്തോഷമാകണം, എൻ്റെ കുടുംബാന്തരീക്ഷം 100% സന്തോഷകരമാവണം. അങ്ങനെ വാശി പിടിക്കണ്ട, അങ്ങനെ നിർബന്ധം പിടിക്കണ്ട, അത് നടക്കൂല. ജീവിതം ചിലപ്പോൾ മധുരിക്കും, ചിലപ്പോൾ അതിന് കയ്പായിരിക്കും. വെള്ളം കണ്ടിട്ടില്ലയോ? ചിലപ്പോൾ വെള്ളം തെളിയും, ചിലപ്പോൾ വെള്ളം കലങ്ങും. അല്ലുൻസുഇന്ദിൽ യൗമ ഇൻദക ഫീ ഗദി വൽ യുസ്റു ഇൻദക ഗൈരിക തഅസുറു. അത് ജീവിതത്തിന്റെ രീതിയാണ്. ഇന്ന് എളുപ്പമാണെങ്കിൽ നാളെ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ മാറി മറിഞ്ഞു വരും. അതെല്ലാവരുടെയും ലൈഫിലുണ്ടാകും. എന്നാൽ നമ്മളുടെ കുടുംബാന്തരീക്ഷം പൊതുവെ ഒരു സമാധാനമുള്ള, ഒരു സ്നേഹമുള്ള, ഒരു സന്തോഷത്തിൻ്റെ കുടുംബാന്തരീക്ഷമായി മാറണം. അള്ളാഹുവേ, അതിനാവശ്യമായത് പറയാൻ, അതിനാവശ്യമായത് ചെയ്യാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. അതാണ് വിശ്വാസിയുടെ പ്രാർത്ഥന. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് പറ്റാവുന്നവരൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഇത് പറ്റാവുന്നവരൊക്കെ ഒന്ന് പഠിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളെ ലൈഫിൽ ഒരിടമുണ്ടാവണം. സംസ്കാരത്തിന് ശേഷമൊക്കെ ഈ ദുആ നമ്മൾ നടത്തണം. എന്താ അതിന്റെ അർത്ഥം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ, ഞങ്ങൾക്ക് നിന്റെ ഔദാര്യമായി നീ നൽകണം. അല്ലാ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, വമിൻ ദുർരിയാതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ, പരമ്പരയിലൂടെ, ഭാര്യ ഭർത്താവ് മക്കൾ, ഈ ബന്ധങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ നൽകണമല്ലാ. എന്താ നൽകേണ്ടത്? ഖുർറത അയുനിൻ, കൺകുളിർമ, സന്തോഷം, ആനന്ദം, ആഹ്ലാദം, സമാധാനം, സലാമത്ത്, ആ ഒരു കൺകുളിർമ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. വീട്ടിൽ സമാധാനം ഉണ്ടായാൽ വലിയ സന്തോഷം ഉണ്ടായി. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഭർത്താവ് ഭാര്യക്ക് വലിയ സംരക്ഷകനാകണം. ഭാര്യ ഭർത്താവിന് വലിയ സംരക്ഷയും വലിയ സമാധാനത്തിന്റെയും കേന്ദ്രമായി മാറണം. മക്കളെപ്പോഴും കണ്ണിന് കൺകുളിർമയാകണം, ആശ്വാസമാകണം. അതുകൊണ്ട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, ഇണയിലൂടെ, തുണയിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം, സന്തോഷം നൽകണം. ഇനി എന്താണ് ഈ കൺകുളിർമ? ഇതെവിടെയൊക്കെയാണ് കിട്ടേണ്ടത്, എങ്ങനെയൊക്കെയാണ് കിട്ടേണ്ടത്? അതറിയണം. ആ കൺകുളിർമ എന്താണെന്ന് ചിന്തിക്കണം.
ആ കൺകുളിർമക്ക മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകിയ വ്യാഖ്യാനം നമ്മൾ പഠിക്കണം, അറിയണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിലായി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ജീവിതം എന്നതൊരു ഭാരമായി മാറരുതല്ലോ. ഇത് വലിയ ആനന്ദവും വലിയ ആഹ്ലാദവും വലിയ സന്തോഷവും പൂർണ്ണമായും റബ്ബിന്റെ പ്രീതി നേടുന്നതുമായ ഒരു ലൈഫായി നമ്മുടെ ലൈഫ് മാറണം. അല്ലാഹു അതിനൊക്കെയുള്ള തൗഫീക്ക് നൽകട്ടെ. അതിന് ശറഇൽ അനുവദനീയമായ മാർഗങ്ങളൊക്കെയും നമുക്ക് സ്വീകരിക്കാം. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, യാത്രയൊന്നും എവിടെയും പോകാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. ഇടക്കൊക്കെ ഫാമിലിയുമായി സന്തോഷത്തിന്റെ യാത്രകൾ നടത്തണം. സിയാറത്തിന് നമുക്ക് പോകാം, മനോഹരമായ പ്രദേശങ്ങൾ കാണാൻ നമുക്ക് പോകാം. അതൊക്കെ മനുഷ്യന്റെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്.